ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് റെസൊല്യൂഷൻ 16:9 സെലക്ട് ചെയ്ത് നടുക്കുള്ള പ്ലസ് ബട്ടൺ ഞെക്കിയ ശേഷം ആവശ്യമുള്ള ഫോട്ടോകളെല്ലാം ടൈം ലൈനിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഫോട്ടോ ആവശ്യാനുസരണം ഇമ്പോർട്ട് ചെയ്ത ശേഷം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും ക്ലിയർ ചെയ്യുക. സ്റ്റാർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സൂം ചെയ്ത് വെക്കുക, എൻഡ് പൊസിഷനും സൂം ചെയ്ത് വെക്കുന്നത് ഫോട്ടോയിൽ പ്ലേ ചെയ്യുന്നിടത്ത് ആ മൂവിങ് നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. അങ്ങനെ ഓരോ ഫോട്ടോയും സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും സെർച്ച് ചെയ്യുക. സ്റ്റാർട്ട് പൊസിഷൻ കംപ്ലീറ്റ് ആയ ശേഷം ട്രാൻസിഷൻ എഫക്റ്റാണ് എടുക്കേണ്ടത്. അതിന് നടുക്ക് കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാൻസിഷൻ എഫക്റ്റിൽ നിന്നും ക്ലാസിക്കൽ ട്രാൻസിഷനിൽ നിന്നും ക്രോസ് ഫെയ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എല്ലാ ഫോട്ടോയ്ക്കും അത് തന്നെ കൊടുക്കുക. അത് കൊടുത്താലേ ആ എഫക്റ്റ് വരത്തുള്ളൂ. അതിനായിട്ട് ട്രാൻസിഷൻ എഫക്റ്റിൽ നിന്നും ക്ലാസിക്കൽ ട്രാൻസിഷൻ, അതായത് ക്രോസ് ഫെയ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എല്ലാ ഫോട്ടോയുടെയും നടുക്കുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ടിക്ക് മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ട്രാൻസിഷൻ എഫക്റ്റ് കാണുന്നില്ലെങ്കിൽ താഴെ ഗെറ്റ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്നും ട്രാൻസിഷൻ എഫക്റ്റിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്ത ശേഷം ഈ വീഡിയോ സേവ് ചെയ്ത് ഗാലറി സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും ആപ്ലിക്കേഷൻ എടുത്ത് ആദ്യമേ ഉണ്ടാക്കുന്നത് തന്നെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 16:9 സെലക്ട് ചെയ്ത് മുമ്പ് ആഡ് ചെയ്ത ഫോട്ടോ സെയിം ഫോട്ടോകൾ തന്നെ അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ചേഞ്ച് വരരുത്. അതുകൊണ്ട് മുമ്പ് എങ്ങനെയാണോ ഫോട്ടോ ആഡ് ചെയ്ത് ആ സെയിം ഫോട്ടോ തന്നെ അതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതുപോലെ തന്നെ സ്റ്റാർട്ട് പൊസിഷൻ എൻഡ് പൊസിഷനും സൂം ചെയ്തും സൂം ഔട്ടും കൂടി കൊടുത്ത് ക്ലിയർ ആക്കുക. ഓരോ ഫോട്ടോയും ക്ലിക്ക് ചെയ്ത് എൻഡ് പൊസിഷൻ കൊടുത്ത ശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കാൻ മറക്കരുത്.
ഈ ഫോട്ടോയെല്ലാം സ്റ്റാർട്ട് പൊസിഷൻ കൊടുത്ത ശേഷം അതിനകത്ത് വരുന്ന ട്രാൻസിഷൻ എഫക്റ്റാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാനായിട്ട് നടുക്കുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം സെയിം എടുത്ത പോലെ തന്നെ ക്ലാസിക് ട്രാൻസിഷനകത്ത് സൂം ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം എല്ലാ ഫോട്ടോയ്ക്കും കൊടുക്കേണ്ടത്. മുമ്പ് നമ്മൾ ക്രോസ് ഫെയ്ഡ് ആണെങ്കിൽ ഇപ്പോൾ സൂം ഔട്ട് എന്നുള്ള ഓപ്ഷൻ എല്ലാ ഫോട്ടോയിലും നടുക്കുള്ള ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് അത് സേവ് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്ത ശേഷം ലെയറിൽ നിന്നും എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ശേഷം ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് ഫുൾ സ്ക്രീൻ ആക്കണം. ഫുൾ സ്ക്രീൻ ആക്കാനായിട്ട് അത് ക്ലിക്ക് ചെയ്ത് 2 വെല്ല് വെച്ച് വരിക്കുന്നത് ഫുൾ സ്ക്രീൻ ആകും. എന്നിട്ട് ആ വീഡിയോയ്ക്ക് ഫുള്ള് ലെങ്തിൽ ആ ബ്ലർ എഫ് വലിച്ചു വെക്കുക. സെറ്റിങ്സിൽ പോയിട്ട് 4 എങ്കിലും സെലക്ട് ചെയ്ത് അത്രയും ബ്ലറായിട്ട് കണ്ടാലേ ഉള്ള എഫക്റ്റ് വരത്തുള്ളൂ. 4-3 എഫക്റ്റ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോയ്ക്ക് ഫുള്ള് ലെങ്തിൽ ആ ബ്ലർ എഫക്റ്റ് വെച്ച് വെക്കുക. ബ്ലർ എഫക്റ്റ് കൊടുത്ത ശേഷം ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്ന ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീൻ കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് ആ വീഡിയോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. മീഡിയയിൽ പോയിട്ട് ഗാലറിയിൽ നിന്നും അത് ഗ്രീൻ സ്ക്രീൻ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അത് ഫുൾ സ്ക്രീൻ ആക്കുക. ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം ആ ഗ്രീൻ കാർഡ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാ കീ എനേബിൾ ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് ചെന്നിട്ട് ക്രോമാ കീ എടുത്തിട്ട് എനേബിൾ ചെയ്യുക. താഴത്തെ സൈഡിൽ നിൽക്കുന്ന കീ കളർ ബ്ലൂ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരത്തുള്ളൂ. അതിൻ്റെ എനേബിൾ കൊടുക്കുക. സേവ് ചെയ്ത് വെക്കുക. ഗ്രീൻ കാർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സസ് വരുന്ന ഭാഗങ്ങളെല്ലാം കോപ്പി ചെയ്ത ശേഷം അത് സേവ് ചെയ്ത് വെക്കുക. ഇത് എഡിറ്റ് ചെയ്ത ശേഷം ഈ വീഡിയോയും പഴയ പോലെ തന്നെ മുമ്പത്തെ വീഡിയോ പോലെ സേവ് ചെയ്ത് വെക്കുക. വീണ്ടും ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതുപോലെ തന്നെ പുതിയൊരു ഫയൽ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വേണം ചെയ്യാനായിട്ട് വരാൻ. അത് നമുക്ക് വഴിയെ കാണാം. അടുത്തായിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 16 നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് വേണം നമുക്ക് അടുത്തായിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ഏതെങ്കിലും ബ്ലാക്ക് കളർ ആഡ് ചെയ്യുക. അത് ആ മുമ്പത്തെ വീഡിയോയുടെ അത്ര ലെങ്കിൽ തന്നെ അത് മാക്സിമം വലിച്ചു വെക്കുക. അവസാനം വലിച്ചു വെച്ച ശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് വെക്കുക. പിന്നീട് ഒരു പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ആ ഗ്രീൻ കാർഡ് വെച്ച് ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ഈ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാതെ വരണം. ഗ്രീൻ കാർഡ് വെച്ച പ്രൊജക്റ്റ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അത് ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം ഇതിനകത്ത് ഗ്രീൻ കാർഡ് കാണാൻ സാധിക്കും. അതിനുശേഷം അത് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് ക്രോമാ കീ എനേബിൾ ചെയ്യണം. പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാ കീ എനേബിൾ ചെയ്യുന്നതും കീ കളർ അതിനകത്ത് റെഡാണ് എടുക്കുന്നത്. അത് ഗ്രീൻ ആക്കി കൊടുക്കണം. അപ്പോൾ സ്ക്രീനിൽ നമുക്ക് അത് ബ്ലാക്ക് ആയിട്ട് മാറുന്ന കാണാൻ സാധിക്കും. അത് കറക്റ്റ് നല്ല കറുപ്പ് നിറത്തിൽ വരണം. ബ്ലാക്ക് വരുത്താനായിട്ട് അതിന് കാണുന്ന സെറ്റിങ്സ് ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ നേരത്ത് കോൺട്രാസ്റ്റും ബ്രൈറ്റും കൂട്ടും കുറയ്ക്കുകയും ചെയ്യുന്ന നേരത്ത് നമുക്കത് നല്ലൊരു ബ്ലാക്ക് കളർ കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ മാത്രം അടുത്ത പ്രൊജക്റ്റ് ചെയ്യാൻ ഫോട്ടോ അതിൽ വരത്തുള്ളൂ. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും കൊടുത്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പ്രൊജക്റ്റ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓരോ പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് ലെയറിൽ നിന്നും മീഡിയ എടുത്തിട്ട് വേണം ചെയ്യാൻ. മുകളിൽ കാണുന്ന മീഡിയയിൽ നിന്നല്ല, ലെയറിൽ നിന്ന് എടുത്ത ശേഷം അത് ഇതിൻ്റെ ആ പടത്തിൻ്റെ സൈഡിൽ വെച്ച ശേഷം മുകളിൽ കാണുന്ന സെറ്റിങ്സിൽ നിന്നും സെൻഡ് ബാക്ക് കൊടുക്കുക. സെൻഡ് ബാക്ക് കൊടുക്കാൻ നേരത്ത് പിക്ചർ ആ ഇലയുടെ പുറകിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും.
അത് മാക്സിമം ഫോട്ടോയ്ക്ക് വേണ്ട രീതിയിലേക്ക് ആ പിക്ചർ ആഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കുക. എന്നിട്ട് പേ ചെയ്യുന്നിടത്ത് നമുക്ക് അത് വീഡിയോയിൽ അപ്ലൈ ആകുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തൊരു ലെയർ ടെംപ്ലേറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ടുണ്ട്. ആ ടെംപ്ലേറ്റ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതും ലെയറിൽ പോയിട്ട് വേണം മീഡിയയിൽ പോയിട്ട് ഈ പ്രൊജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. അത് നമുക്ക് കാണാം. ഞാൻ പറയുന്ന ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് പോയി മീഡിയയിൽ നിന്നും വേണം അടുത്ത എഫക്റ്റ് വരുത്താനാണ്. ബർത്ത്ഡേ എന്നുള്ള എഫക്റ്റ് വരുത്താനായിട്ടാണ്. അത് ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം പ്രിൻറ്റിങ്ങിൽ പോയിട്ട് സ്ക്രീൻ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ എഫക്റ്റ് വീഡിയോ വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ രണ്ടാമത് അപ്ലോഡ് ചെയ്ത ആ ബർത്ത്ഡേ എന്ന സ്റ്റിക്കർ ക്ലിക്ക് ചെയ്തിട്ട് വേണം ബ്ലെൻഡിങ്ങിൽ പോയിട്ട് അത് സ്ക്രീൻ കൊടുക്കേണ്ടത്. സ്ക്രീൻ കൊടുക്കുക. സ്ക്രീൻ കൊടുക്കുമ്പോൾ നമുക്ക് എഫക്റ്റ് വരുന്നത് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ലെയറിൽ പോയിട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ആരുടെ പേരാണെങ്കിലും പേര് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് വെക്കുക. അതിനുശേഷം ഫോണ്ടും കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് എല്ലാം ആഡ് ചെയ്ത ശേഷം എക്സസ് വരുന്ന ഓരോ ഭാഗവും കോപ്പി ചെയ്ത് കളയുക. നമ്മൾ പേര് കൊടുക്കാൻ നേരത്ത് ഫുൾ സ്ക്രീനായിട്ട് വലിച്ചു വെക്കണം. അല്ലെങ്കിൽ ആ പേര് പകുതിക്ക് വെച്ച് കട്ടായി പോകുന്നു. അതിന് ആ വീഡിയോയ്ക്ക് ആവശ്യമായ രീതിയിൽ ആ പേരുകൾ ടെക്സ്റ്റിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അധികമായിട്ട് വരുന്ന എക്സസ് ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്ന പോലെ ഓരോരോ കോപ്പി ചെയ്ത് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്ത് പോകുന്നതായിരിക്കും. അതിനുശേഷം ഓഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ ഒരു സോങ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും അതും ആവശ്യാനുസരണം ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ഓഡിയോ ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ആഡ് ചെയ്ത ശേഷം എക്സസ് വരുന്ന ഭാഗങ്ങൾ കോപ്പി ചെയ്ത് കളയാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ അധികമായിട്ട് വരുന്ന ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് വേണ്ടാത്തതുകൊണ്ട് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഓരോരോ ഭാഗവും നമുക്ക് ലെയറിലും മീഡിയയിലും ഓരോരോ പ്രൊജക്റ്റിലും എല്ലാം എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളും ഫോട്ടോയിലെല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നത് ഏത് വശമാണ് നിങ്ങൾക്ക് വേണ്ടാത്തത് ആ വശത്തെ മാത്രം ക്ലിക്ക് ചെയ്ത് കളയുക. ഓഡിയോ ആയാലും കട്ട് ചെയ്ത ശേഷം നിങ്ങളത് വീഡിയോ പ്രൊജക്റ്റ് സേവ് ചെയ്യുക. എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഓൾ.